കോട്ടയം CMS കോളേജ് യൂണിയൻ KSUവിന് ആകെയുള്ള 15-ൽ 14 സീറ്റും KSU സ്ഥാനാർത്ഥികൾ ജയിച്ചു. 37 വർഷത്തിന് ശേഷമാണ് KSU CMS കോളേജ് യൂണിയൻ നേടുന്നത്. KSUവിലെ ഫഹദ് C ചെയർമാനായി വിജയിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ ഫലപ്രഖ്യാപനം മാറ്റിയിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, കഴിഞ്ഞ ദിവസത്തെ സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് ഫലപ്രഖ്യാപനം മാറ്റിയത്. വലിയ വിജയമാണല്ലേ KSU നേടിയത്? അമൃത, തീർച്ചയായും 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം CMS കോളേജ് KSU അധികാരം പിടിക്കുന്നത്. കഴിഞ്ഞ 37 വർഷമായി SFIയുടെ കയ്യിലായിരുന്നു CMS കോളേജിന്റെ യൂണിയൻ ഭരണം. ആകെയുള്ള 15 സീറ്റിൽ 14 സീറ്റിലും KSU സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയെ മാത്രമാണ് SFIക്ക് വിജയിക്കാൻ സാധിച്ചത്. KSUവിന്റെ ഫഹദ് C ആണ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫഹദ് മൂന്നാം വർഷ മാത്സ് വിദ്യാർത്ഥിയാണ്. എന്തായാലും ഏറെ ചരിത്രമുള്ള CMS കോളേജ് അക്ഷരനഗരിയിൽ ഏറെ കാലമായി SFIയുടെ കോട്ടയായിരുന്ന CMS കോളേജ് KSU പിടിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഏറെ നേരം സംഘർഷ സാധ്യത നിലനിൽക്കുകയും പിന്നീട് പ്രധാന നേതാക്കളും SP അടക്കം എത്തിയാണ് കോളേജിൽ ചർച്ച നടത്തിയാണ് ഈ സമാധാനാന്തരീക്ഷം നിലനിർത്തിയത്. ഇന്ന് കോളേജിന് അവധിയാണ്, വിദ്യാർത്ഥികളാരും എത്തിയിട്ടില്ല. വൈകുന്നേരം KSUവിൻ്റെ ഒരു പ്രകടനം അവർ അറിയിച്ചിട്ടുണ്ട്. നഗരത്തിൽ KSUവിൻ്റെ വിജയാഹ്ലാദ പ്രകടനം നടക്കും. ഇന്നലെ ചർച്ചകളെ തുടർന്ന് ഫലപ്രഖ്യാപനം മാറ്റിവെച്ചിരുന്നു. ഇന്ന് വെബ്സൈറ്റ് മുഖേനയാണ് കോളേജിലെ യൂണിയൻ ഭരണം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചുള്ള ഫലപ്രഖ്യാപനം ഉണ്ടായത്. അത് വെബ്സൈറ്റ് മുഖേനയാണ് പ്രഖ്യാപിച്ചത്. അതിലാണ് 15 ജനറൽ സീറ്റുകളിൽ 14 സീറ്റുകളും നേടി 37 വർഷങ്ങൾക്ക് ശേഷം KSU കോട്ടയം CMS കോളേജിന്റെ യൂണിയൻ ഭരണം പിടിച്ചത്. അമൃത.